തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ അവസാന ദിവസം പരമാവധി ആളുകളെ നേരിൽ കണ്ട് വോട്ടുറപ്പിക്കുകയാണ് കൊല്ലത്തെ NDA സ്ഥാനാർത്ഥി കൃഷ്ണകുമാർ ജി. 3 നിയമസഭാ മണ്ഡലങ്ങളിൽ 1ാം സ്ഥാനത്തും 4ഇടത്ത് 2ാമതും എത്തുമെന്നാണ് കൃഷ്ണകുമാർ പറയുന്നത്. മണ്ഡലത്തിലെ സ്ത്രീ വോട്ടർമാരിലാണ് കൃഷ്ണകുമാർ പ്രതീക്ഷ അർപ്പിക്കുന്നത്. അങ്ങനെ പരസ്യ പ്രചാരണം അവസാനിച്ചിരിക്കുന്നു. അപ്പോൾ നിശബ്ദ പ്രചാരണവുമായി മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികളെല്ലാം സജീവമായി മുന്നോട്ട് പോവുകയാണ്. നമ്മളിപ്പോൾ NDA സ്ഥാനാർത്ഥി കൃഷ്ണകുമാർ ജിയുടെ ഒപ്പമാണുള്ളത്. കൃഷ്ണകുമാർ ജി, നിലവിലത്തെ മണ്ഡലത്തിലെ ഒരു രാഷ്ട്രീയ കാലാവസ്ഥയുള്ള ചോദ്യമാണ്, വീഴ്ത്തുമോ വിജയിക്കുമോ? എപ്പോഴും ഞാൻ എൻ്റെ ഭാഗമാണ് കൂടുതൽ ചിന്തിക്കുന്നത്. സ്വാർത്ഥത കൊണ്ടല്ല, നമ്മൾ അപ്പുറത്തെ സ്ഥാനാർത്ഥി എന്ത് ചെയ്യുന്നു, അവിടെ പരാജയങ്ങളുണ്ടോ പോരായ്മയുണ്ടോ നോക്കാറില്ല. നമ്മുടെ ഇവിടെ എന്തൊക്കെ നല്ലത് ചെയ്ത് നമുക്ക് കയറിപ്പോം. അതുകൊണ്ട് വിജയിക്കണം എന്നാണ് ആഗ്രഹം, ആരെയും വീഴ്ത്താൻ താല്പര്യമില്ല. ഈ സ്വീകാര്യതയുണ്ടോ ഇല്ലയോ എന്നുള്ളൊരു ചോദ്യമില്ല, ചിലയിടത്തെല്ലാം ആ സ്വീകാര്യതയുണ്ട്. വിശ്വാസം സ്ത്രീകളിലാണെന്ന് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ എങ്ങനെയാണ് മൊത്തത്തിൽ അവസാനത്തെ ഒരു ആത്മവിശ്വാസം? തുടങ്ങിയ ദിവസം 100-ൽ തുടങ്ങി, ഇപ്പോഴും 100-ൽ തന്നെ നിൽക്കുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പറയും, നമ്മൾ 100% വിശ്വസിച്ച് വേണം വർക്ക് ചെയ്യാൻ. ഒന്ന്, നമ്മുടെ പ്രവർത്തകർ, അവരെല്ലാവരും ഞാൻ നോക്കുമ്പോൾ പലപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ 1 മണിക്കൂർ കൂടുതൽ ജോലി എപ്പോഴും മനസ്സിൽ ആഗ്രഹിച്ചിരുന്നത്. അവർ 1 മണിക്കൂർ വർക്ക് ചെയ്താൽ ഞാൻ 2 മണിക്കൂർ വർക്ക് ചെയ്യുന്നു. പക്ഷേ എന്നെ അവർ തോൽപ്പിച്ചു കളഞ്ഞു. കാരണം ഞാൻ 2 മണിക്കൊക്കെ ഒന്ന് കിടന്നിട്ട് അടുത്ത ദിവസം രാവിലെ പോകുമ്പോഴത്തേക്ക് അവർ വെളുപ്പാങ്കാലം 3 മണി വരെ വർക്ക് ചെയ്തിട്ട് വീണ്ടും 6-ന് എണീറ്റ് റോട്ടിൽ വന്നിരിക്കുക. അവർക്കില്ല ക്ഷീണം, എനിക്ക് ക്ഷീണം തോന്നി തുടങ്ങിയിരുന്നു. അതുകൊണ്ട് ഇമാതിരി ഒരു പ്രവർത്തനം നടക്കുമ്പോഴത്തേക്ക് ഞാൻ എന്തിനകത്ത് 100-ൽ 1% താഴെ പോകണം. അതുകൊണ്ട് തന്നെ വിജയ പ്രതീക്ഷയില്ലായിരുന്നു. ഇപ്പോൾ വിജയം 100% ആ ലെവലിലോട്ട് എത്തിച്ചിരിക്കുകയാണ് നമ്മുടെ ജനങ്ങളും പ്രവർത്തകരും. 7 നിയമസഭാ മണ്ഡലങ്ങളുണ്ട്. അപ്പോൾ ഒരു എത്ര നിയമസഭാ മണ്ഡലങ്ങളിലെങ്കിലും കൃഷ്ണകുമാർ ഒന്നാമതെത്തും? 5 എണ്ണമാണ് മനസ്സിൽ ഉദ്ദേശിക്കുന്നത്. 5 ഇടത്ത് നമ്മൾ വരണം. ഏറ്റവും കുറഞ്ഞത് 5-ൽ 1-ൽ വന്നില്ലെങ്കിലും 4 ഇടത്ത് നമ്മുടെ 2ാം സ്ഥാനത്ത് വന്നിരിക്കും. അതാണ് എൻ്റെ ഒരു കണക്കൂട്ടൽ. അപ്പോൾ ഈ 4 ഇടത്തെങ്കിലും 1ാം സ്ഥാനത്തെങ്കിലും എത്തും. അതായത് നമ്മൾ അതേപോലെ ചിലപ്പോൾ 3 ഇടത്തോട്ട് നമ്മുടെ 1ാം സ്ഥാനം പോകും. പക്ഷേ വൻ ഭൂരിപക്ഷം കയറി വരാൻ സാധ്യതയുള്ള മണ്ഡലങ്ങളുണ്ട്, ഇപ്പോൾ ചാത്തന്നൂരൊക്കെ. അതുകൊണ്ട് ചിലപ്പോൾ 3 ഇടത്ത് 1ാം സ്ഥാനം, ബാക്കി 4 ഇടത്ത് 2ാം സ്ഥാനം. ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എന്തായാലും ഉറച്ച വിജയപ്രതീക്ഷയുമായി മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ നാളെ, ഇന്നത്തെ ഈ പ്രചാരണം കഴിഞ്ഞിട്ട് എങ്ങനെയാണ് നാളത്തെ? ഇവിടെയല്ല വോട്ട്, തിരുവനന്തപുരത്താണ് വോട്ട്. അപ്പോൾ അതെങ്ങനെയാണ്? ഇന്ന് വൈകി കുറച്ച് രാത്രി തിരുവനന്തപുരത്ത് പോയിട്ട് രാവിലെ ആദ്യത്തെ വോട്ടറായി വോട്ട് ചെയ്യണം. വോട്ട് ചെയ്തതിന് ശേഷം തിരിച്ച് കൊല്ലത്തോട്ട് വന്നിട്ട് പുനലൂർ വഴിയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ജില്ലാ നേതൃത്വം പറയുന്ന പോലെ 7 മണ്ഡലങ്ങൾ അവസാനം കൊല്ലത്ത് വന്ന്, അതായത് എല്ലാ പോളിംഗ് സ്റ്റേഷനിലും കയറി ജനങ്ങളെ കണ്ട് തിരിച്ച് കൊല്ലത്തെത്താനാണ് പരിപാടി ഇട്ടിരിക്കുന്നത്. മുൻപ് പറഞ്ഞതുപോലെ എല്ലാ വിജയ ആശംസകളും നേരുന്നു. ഇപ്പോൾ സജീവമായി കൃഷ്ണകുമാർ ജി മുന്നോട്ട് പോവുകയാണ്. മണ്ഡലത്തിൽ ഈ പറഞ്ഞ രീതിയിൽ പരസ്യപ്രചാരണം അവസാനിച്ചെങ്കിലും കുറച്ച് സ്വകാര്യ സ്ഥാപനങ്ങളൊക്കെ സന്ദർശിച്ച് സ്വകാര്യ വ്യക്തികളെയൊക്കെ കണ്ട്, ചിലർ മറ്റ് മതമേലധ്യക്ഷന്മാരും മറ്റൊക്കെ കൂടിക്കാഴ്ച നടത്തി ആ രീതിയിലുള്ള തൻ്റെ വിജയം ഉറപ്പിക്കാനുള്ള പ്രവർത്തനങ്ങളുമായി അദ്ദേഹം മുന്നോട്ട് പോകുന്നു. എന്തായാലും ഇന്ന് അദ്ദേഹം ഈ പ്രചാരണത്തിനൊക്കെ ശേഷം അവസാനം അദ്ദേഹം രാത്രിയോടെ തിരുവനന്തപുരത്തേക്ക് മടങ്ങും. നാളെ തിരുവനന്തപുരത്ത് അദ്ദേഹത്തിൻ്റെ ബൂത്തിൽ പോയി വോട്ട് രേഖപ്പെടുത്തിയ ശേഷം അദ്ദേഹം നേരെ കൊല്ലത്തേക്ക് എത്തും. 7 മണ്ഡലങ്ങളിലും എത്താനുള്ള എല്ലാ സജീവമായ ഒരുക്കങ്ങളും നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് കൃഷ്ണകുമാർ പറയുന്നത്. കൊല്ലത്തു നിന്നും ഹരിക്കൊപ്പം പ്രജിത് മോഹനൻ, ജനം.